വികാരത്തള്ളലിൽ വിവേകമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്തിട്ട് ക്രിസ്തുവിനും ക്രിസ്തുവിശ്വാസികൾക്കും ദോഷം വരുത്തി തങ്ങൾ ദൈവത്തിനായി പ്രവർത്തിക്കുകയാണെന്ന് വീരവാദം മുഴക്കുന്ന അനേകരുണ്ട്. ഇവരിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവല്ല, ജഡമാകുന്നു. ഇതാ നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്തൊരു സംഭവം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഏതൊരു ക്രിസ്തു ശിഷ്യനും മാതൃകയാക്കേണ്ട ഒന്നാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ്. ക്രിസ്തീയമെന്ന് അവകാശപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതിയുടെ വെളിച്ചത്തിൽ വേണം നാം വിലയിരുത്തേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കർത്താവ് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അവയൊന്നും തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല. മാത്രമല്ല, അവ പ്രസിദ്ധമാക്കരുതെന്ന് അവിടുന്ന് പലപ്പോഴും ശക്തമായി കൽപ്പിക്കുകയും ചെയ്തു. കാരണം മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിലുപരി അവരുടെ ആത്മീയ വിടുതലും രക്ഷയുമായിരുന്നു കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്നാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതത്രേ. കാരണം ഇത് റോമാക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു സുവിശേഷമാണല്ലോ. കർമ്മനിരതരും തിരക്കുള്ളവരുമായ ആളുകൾക്ക് എഴുതുമ്പോൾ അങ്ങനെ തന്നെ വേണം താനും. മത്തായി തൻ്റെ സുവിശേഷം എഴുതിയത് മതഭക്തരായ ജനങ്ങൾക്കാണ്. മർക്കോസോ ശക്തന്മാരും തിരക്കുള്ളവരുമായ മനുഷ്യർക്കാണ് തൻ്റെ സുവിശേഷം എഴുതിയത്. മർക്കോസ് ഈ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നതും സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതും തന്നോടൊപ്പമുള്ള ശുശ്രൂഷയ്ക്കായി ശിഷ്യന്മാരെ വിളിക്കുന്നതും കഫർന്നഹൂമിലെ പള്ളിയിലേക്ക് ചെന്ന് ഉപദേശിക്കുന്നതും അവിടെ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതും ഒക്കെ നാം കണ്ടു. ഒറ്റ അധ്യായത്തിൽ ഇനിയുമുണ്ട്. തുടർന്ന് മർക്കോസ് യേശു ചെയ്ത അടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അത് അന്ന് വൈകുന്നേരത്ത് സംഭവിച്ചതാകാനാണ് സാധ്യത. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അതത്രേ നാം കാണുവാൻ പോകുന്നത്. 29-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്നു. അവിടെ ശിമോൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. ഇവിടെ ഇതാ യേശു അതേ ദിവസം ചെയ്ത മറ്റൊരത്ഭുതം, തുടർന്ന് അന്ന് സന്ധ്യയിൽ ചെയ്യുന്ന കുറേ അത്ഭുത പ്രവൃത്തികൾ ഒന്നിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ട്. 32 മുതൽ. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു കൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അനേകം ഭൂതങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഭൂതങ്ങൾ എന്നതിന് ചില സ്ഥലങ്ങളിൽ അശുദ്ധാത്മാക്കൾ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. പിശാച് എന്നതും ഭൂതം എന്നതും ഒന്നല്ല, രണ്ടാണ്. പിശാച് ഒന്നേ ഉള്ളൂ, അത് സാത്താനാണ്. എന്നാൽ ഭൂതങ്ങൾ വളരെയുണ്ട്. വിശുദ്ധ മത്തായി എഴുതുമ്പോൾ ചെയ്ത അതേ കാര്യമാകുന്നു ഇവിടെ മർക്കോസും ഒരർത്ഥത്തിൽ ചെയ്യുന്നത്. യേശു സൗഖ്യമാക്കിയ സംഭവങ്ങളിൽ ചിലത് മാത്രമേ മർക്കോസ് വിവരിക്കുന്നുള്ളൂ. അവൻ അക്ഷരാർത്ഥത്തിൽ 100 കണക്കിന് രോഗികളെ സൗഖ്യമാക്കിയെങ്കിലും താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്ഥാപിക്കുവാനായി മാത്രം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഭൂതങ്ങളുടെ ലോകം യേശുവിനെ തിരിച്ചറിഞ്ഞു എന്നത് ശ്രദ്ധേയമായ മറ്റൊരു സംഗതിയാണ്. യേശു ആരാകുന്നു എന്നവർ അറിഞ്ഞു, അതവർ വിശ്വസിച്ചു. എന്നിട്ടും അവർ രക്ഷപ്പെട്ടില്ല എന്നതാണ് വിചിത്രം. 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തു വിശ്വാസികൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു വലിയ മാതൃകയാണ് യേശു ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. തിരക്കേറിയ ഒരു ശബത്ത് ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം പിറ്റേന്നാൾ അവൻ അല്പം വിശ്രമിച്ച് കാണും എന്ന് നമ്മൾ ചിന്തിച്ചു പോയെങ്കിൽ തെറ്റി. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും നാം എത്ര സമയം വ്യക്തിപരമായി എടുക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരക്കേറിയ ദിവസത്തിന് ശേഷം പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ച് എത്ര മഹത്തായ ഒരു മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. 36 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഇതാണ് സുവിശേഷത്തിൻ്റെ ആരംഭം. മനുഷ്യൻ്റെ രക്ഷയ്ക്കായുള്ള ക്രിസ്തുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ച് പഠിപ്പിച്ച് അവൻ തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുകയായിരുന്നു. ഓർക്കുക, യേശുവിൻ്റെ ഉപദേശങ്ങളല്ല നമ്മെ രക്ഷിക്കുന്നത്, പിന്നെയോ ക്രൂശിൽ അവിടുന്ന് ചെയ്തെടുത്ത പ്രവൃത്തിയാണ് നമ്മെ രക്ഷിക്കുന്നത്. യേശു അവരുടെ പള്ളികളിൽ പ്രസംഗിക്കുകയും ഗലീലയിൽ ഉടനീളം ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. അവൻ്റെ 3 വർഷത്തെ ശുശ്രൂഷയിൽ അവൻ ആ പ്രദേശം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ചു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഭൂതങ്ങളുടെ ഒരു വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഭൂതങ്ങൾ ഏറ്റവും അധികം ശക്തിയോടെ പ്രവർത്തിച്ച 3 കാലഘട്ടത്തെക്കുറിച്ചാണ് ബൈബിളിൽ നാം കാണുന്നത്. മോശയുടെ കാലത്ത്, ഏലിയാവിൻ്റെ കാലത്ത്, പിന്നെ യേശുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ സമയത്ത്. ഇനിയും 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒടുവിലത്തെ അത്ഭുതം എന്തെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം അല്പം കട്ടിയുള്ള വിഷയങ്ങളായിരുന്നു, അവ വ്യത്യസ്തവുമായിരുന്നു. അന്നത്തെ ഒടുവിലത്തെ അത്ഭുതം ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യമാണ്. കുഷ്ഠരോഗം ഭേദമാകാത്ത ഒരു രോഗമായിരുന്നില്ല, എന്നാൽ ഈ രോഗം മാരകമാകാവുന്നതാണ്. ഈ രോഗം ഒരുവനെ അവൻ്റെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി വികൃതനാക്കുമായിരുന്നു. അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുകയും അന്ന് ചെയ്തിരുന്നു. 40-41 വാക്യങ്ങളിൽ കാണുന്നത്, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഈ അത്ഭുതത്തിന് മനഃശാസ്ത്രപരമായ ഒരു വലിയ വശമുണ്ട്. ആ കാലത്ത് ആരും ഒരു കുഷ്ഠരോഗിയെ സ്പർശിക്കുമായിരുന്നില്ല. മറ്റൊരു മനുഷ്യൻ്റെ സ്പർശനമേൽക്കാതെ നമുക്ക് ആർക്കും ജീവിക്കുവാനും സാധ്യമല്ല. യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഈ രോഗിയെ വർഷങ്ങളായി ആരും സ്പർശിച്ചിട്ടുണ്ടാവില്ല. അവനും ആരെയും സ്പർശിച്ച് കാണില്ല. ഒന്നുകിൽ അവൻ ഭിക്ഷയെടുത്ത് ഉപജീവനം നടത്തിയിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് തൊടാതെ മാറി നിന്ന് കാണും. എന്നാൽ ഇതാ ഇപ്പോൾ യേശു ഈ മനുഷ്യനെ തൊടുന്നു, അവനെ ശുദ്ധമാക്കുന്നു. നാം തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിൻ്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചാൽ അയാൾ ആദ്യം പുരോഹിതൻ്റെ അടുത്ത് എന്നത് അറിയിക്കുകയും മോശയുടെ ന്യായപ്രമാണം നിഷ്കർഷിക്കുന്ന വിധം ചിലതൊക്കെ അർപ്പിക്കുകയും വേണമായിരുന്നു. അത് ചെയ്യാനാണ് യേശു അയാളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ കർത്താവ് മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചില്ല, മറിച്ച് അതിനെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ ഞാൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുമല്ലോ. എന്നാൽ കർത്താവ് അവനോട് വളരെ നിശിതമായി പറഞ്ഞു, ഈ നടന്നത് നീ ആരോടും പറയരുത് എന്ന്. 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി.
അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ്ക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ യേശുവിനാൽ സൗഖ്യമായ വിവരം ആരോടും പറയരുതെന്ന് യേശു പറഞ്ഞെങ്കിലും മിണ്ടാതിരിക്കുന്നതിന് പകരം അവൻ വെളിയിൽ പോയി അതെല്ലായിടത്തും പ്രസിദ്ധമാക്കി. ഈ മനുഷ്യന് സംഭവിച്ചത് കാട്ടുതീ പോലെ പരന്നു. ഈ മനുഷ്യൻ തൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം പതിയെ 1-2 പേരോട് പറയുകയായിരുന്നില്ല, അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോയി വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞ് അവിടെ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നില്ല. പിന്നെയോ അവൻ വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ല, അല്ലേ? അനുസരണക്കേടല്ലേ ഇത്? അത് തീർച്ചയായും മോശമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചേ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ ആരോടും പറയുന്നില്ലല്ലോ എന്ന്. അതുതന്നെയാണ്, ആരോടും പറയരുതെന്ന് യേശു ഈ കുഷ്ഠരോഗം ശുദ്ധമായ മനുഷ്യനോട് പറഞ്ഞു. അവൻ എല്ലാവരോടും പോയി പറഞ്ഞു. എന്നാൽ ഇന്ന് യേശുവിനെക്കുറിച്ച് എല്ലാവരോടും പോയി പറയുക എന്നത്രേ നമുക്കുള്ള കൽപ്പന. നാം ആരോടും പറയുന്നില്ല. യേശുവിനാൽ സൗഖ്യമാക്കപ്പെട്ട ഈ കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യൻ്റെ അനുസരണക്കേട് നമ്മുടെ ഇന്നത്തെ അനുസരണക്കേടിൻ്റെ അത്രയും മോശമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തായിരുന്നാലും യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം ഈ മനുഷ്യൻ ഘോഷിച്ചതിനാൽ ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്ത് വന്നുകൂടി. അതുകൊണ്ട് യേശു കഫർന്നഹൂമിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു എന്നാണ് നാം ഇവിടെ വായിച്ചത്. പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ്ക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള അധ്യായത്തിൽ നാം ചിന്തിക്കുന്നതാണ്. ഇനി 2-ാം അധ്യായം വാസ്തവത്തിൽ എല്ലാ അർത്ഥത്തിലും 1-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. പ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മറ്റൊരധ്യായമാണ് ഈ 2-ാം അധ്യായം. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. യേശുവിനാൽ സൗഖ്യമാക്കപ്പെട്ട കുഷ്ഠരോഗിയുടെ ആവേശഭരിതമായ സാക്ഷ്യം മൂലം യേശു കുറേ ദിവസത്തേക്ക് കഫർന്നഹൂമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ചില ദിവസങ്ങൾക്ക് ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ പ്രവേശിച്ചു. യേശു തൻ്റെ പ്രവർത്തനങ്ങളുടെ തലസ്ഥാനം തൻ്റെ സ്വന്തം പട്ടണമായ നസറത്തിൽ നിന്ന് ഈ കഫർന്നഹൂമിലേക്ക് മാറ്റിയിരുന്നു എന്ന് നാം നേരത്തെ കണ്ടതാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3 വർഷവും കഫർന്നഹൂമായിരുന്നു അവൻ്റെ ആസ്ഥാനം. യേശു അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ കഫർന്നഹൂമിൽ എത്തിയത് കൊണ്ടാവാം അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി നാട്ടിലൊക്കെ പരന്നപ്പോൾ വലിയ ആൾക്കൂട്ടം വന്നുകൂടി. യേശു ഒരു ജാലവിദ്യക്കാരനെ പോലെയോ അത്ഭുത പ്രവർത്തകനെ പോലെയോ സ്വയം അവതരിപ്പിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഞാനിത് പറയുമ്പോൾ പലരും ആശ്ചര്യപ്പെടുമെന്ന് എനിക്കറിയാം. കാരണം അനേകരും യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ് മനുഷ്യരുടെ മുൻപിൽ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുവാനിരിക്കുന്ന ഒരു മാന്ത്രികൻ. എന്നാൽ യേശു അത്ഭുത പ്രവർത്തനം തൻ്റെ പ്രത്യേകതയായി കാണിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത്ര യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നൊരു വസ്തുത. യേശു കുഷ്ഠരോഗം സൗഖ്യമാക്കിയ മനുഷ്യനോ അതുപോലെ അവനാൽ സൗഖ്യം പ്രാപിച്ച മറ്റു മനുഷ്യരോ അവൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ടവരോ അവയെക്കുറിച്ച് പറഞ്ഞു നടക്കണമെന്ന് യേശു ആഗ്രഹിച്ചില്ല. കാരണം യേശു വന്നത് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കാണ്. ശാരീരിക സൗഖ്യവും ഭൗമികമായ സമൃദ്ധിയും അല്ലായിരുന്നു യേശുവിൻ്റെ പ്രഥമമായ ലക്ഷ്യം. അന്നും ഇന്നും അതങ്ങനെ തന്നെയാണ്. യേശു വന്നത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ തൻ്റെ ജീവനെ നൽകുവാനാണ്. യേശു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശത്തിൽ നിന്നും മാറിയുള്ള പബ്ലിസിറ്റി യഥാർത്ഥ സുവിശേഷത്തെ മറയ്ക്കുന്നതാണ്. മറക്കരുത്. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രഥമമായ ഉത്തരവാദിത്വം സുവിശേഷം പ്രസംഗിക്കുക, വചനം പഠിപ്പിക്കുക, ഇതൊക്കെയാണ്. അതിനെ മറ്റൊന്നുകൊണ്ടും നിഷ്പ്രഭമാക്കുവാൻ പാടില്ല. അതിൽ വെള്ളം ചേർക്കുന്ന തരത്തിൽ ആളുകളെ ആകർഷിക്കുവാനുള്ള വിദ്യകൾ ദോഷം മാത്രമേ ചെയ്യൂ. അത് ഏതൊക്കെ വിധത്തിൽ വളച്ചു കെട്ടി സത്യസന്ധമായി കാണിക്കുവാൻ ശ്രമിച്ചാലും അത് ദോഷം മാത്രമേ ചെയ്യൂ. യേശു ശുദ്ധമാക്കിയ കുഷ്ഠരോഗിയുടെ അമിതാവേശത്താൽ യേശുവിൻ്റെ പ്രവർത്തനം കുറേ നാളത്തേക്ക് തടസ്സപ്പെട്ടു. അവൻ കഫർന്നഹൂം വിട്ടുപോയി എന്ന് കാണും. എത്ര നാളത്തേക്കെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ അവൻ മടങ്ങി വന്നു.
പല സുവിശേഷ പ്രസംഗകരുടെയും അറിവില്ലായ്മയും അമിതാവേശവും സുവിശേഷ പ്രചരണത്തിന് വേഗത കൂട്ടുകയല്ല, അതിൻ്റെ വേഗത കുറയ്ക്കുന്നതാണ് നാം കാണുന്നത്. ഏതായാലും യേശു മടങ്ങി കഫർന്നഹൂമിലേക്ക് വന്നപ്പോൾ നാം വായിക്കുന്നത്, അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി എല്ലായിടത്തും പരന്നു എന്നത്രേ. ഇത് ആരുടെ വീടായിരിക്കും? അതൊരു വലിയ സംഗതി അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വീടാണ് ഇത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ യേശു ശിമോൻ പത്രോസിൻ്റെ വീട്ടിലാണല്ലോ ചെന്നത്. എന്തായിരുന്നാലും യേശു ശിമോൻ പത്രോസിൻ്റെ വീട്ടിലുണ്ടെന്നുള്ള ശ്രുതി അവിടെയെല്ലാം പരന്നു. ഈ വാർത്തയോടുള്ള ആളുകളുടെ പ്രതികരണം ശ്രദ്ധിക്കുക. 2-ാം വാക്യത്തിൽ, ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ തിരുവചനം പ്രസ്താവിക്കുക എന്നുള്ളതായിരുന്നു, ദൈവവചനം പറയുക. ഇന്നും ക്രിസ്തു ശിഷ്യന്മാരായവർ തങ്ങളുടെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ഊന്നൽ കൊടുക്കേണ്ടത് ദൈവവചനം പ്രസംഗിക്കുന്നതിനായിരിക്കണം. ദൈവവചനത്തിൻ്റെ ആധികാരികതയ്ക്ക്, അപ്രമാദിത്വത്തിന്, സത്യസന്ധതയ്ക്ക്, ദൈവാത്മപ്രേരിതമായ വചനത്തിന് നാം പ്രാധാന്യം നൽകി പ്രസംഗിക്കണം. ഈ വിഷയത്തിൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എൻ്റെ സ്നേഹിതരായ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. കർത്താവേ, ദൈവവചനത്തിൽ എനിക്ക് കൂടുതൽ ഉറപ്പും ഉൾക്കാഴ്ചയും തരണമേ എന്ന്. ഈ വചനം ഞാൻ പഠിപ്പിക്കുന്നത് മൂലം അത് എന്നിലും എന്നെ കേൾക്കുന്ന മറ്റുള്ളവരിലും വരുത്തുന്ന മാറ്റങ്ങൾ കാണുന്നത് തന്നെ ഒരു ധൈര്യവും ഉറപ്പുമാണ്. ഞാനിങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകുമോ എന്ന് ചില ബലഹീന നിമിഷങ്ങളിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എനിക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം ചിലപ്പോൾ എന്നിൽ കാണാറില്ല എന്ന തെറ്റ് ഞാൻ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്നതാണ്. അതൊരിക്കലും ദൈവം ഉദ്ദേശിച്ച ഫലം കാണാതെ മടങ്ങി വരില്ല. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ദൈവവചനം പ്രസംഗിച്ചു എന്നിവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും മറ്റൊരു കൂട്ടം ആളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് 5 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘമാണ്. അവരിതാ കഫർന്നഹൂമിലെ ആ ചെളി നിറഞ്ഞ നിലത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. യേശു ഇരിക്കുന്ന വീട്ടിൽ അനേകം ആളുകളുണ്ട്. എന്നാൽ ഈ 5 പേർ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ്? നോക്കിക്കാട്ടെ 3ഉം 4ഉം വാക്യങ്ങളിൽ. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. ഈ സാഹചര്യത്തെ ഒന്ന് ഭാവനയിൽ കണ്ടേ. ഇത് വിശകലനം ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യൻ പക്ഷവാതം പിടിച്ച് തളർന്ന് ഇങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് യേശുവുള്ള ഈ വീട്ടിലേക്ക് സ്വയം എത്തുവാൻ യാതൊരു നിർവാഹവുമില്ല. ഈ പറഞ്ഞ മറ്റേ 4 പേർ അവനെ ഒരു കട്ടിലിൽ കിടത്തി ഓരോരുത്തരും ഓരോ കോണിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. യേശു വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന വീടിൻ്റെ വെളിയിലെത്തി അവർക്ക് ഒരു വിധത്തിലും വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ജനം വീടിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം അടച്ചു നിന്ന് യേശു പഠിപ്പിക്കുന്നത് കേൾക്കുകയായിരുന്നു. യാതൊരു തരത്തിലും വാതിലിലൂടെയോ ജനലിലൂടെയോ ഈ രോഗിയെ യേശുവിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഈ 4 സ്നേഹിതന്മാർ ഒടുവിൽ രണ്ടും കൽപ്പിച്ചൊരു മാർഗം കണ്ടെത്തുന്നു. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ യേശുവിൻ്റെ അടുത്ത് എത്തിക്കുക. അങ്ങനെ അവർ രോഗിയെ അവിടെ വെച്ചിട്ട് വീടിൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ തുടങ്ങി. ഒടുവിൽ അവർ യേശുവിൻ്റെ മുമ്പിലേക്ക് ഈ തളർവാദ രോഗിയെ ഇറക്കി വെച്ചപ്പോൾ അവർക്ക് തന്നെ പ്രയാസം തോന്നിക്കാണും. കാരണം അവരുടെ പ്രവൃത്തി യേശുവിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയും മൊത്തത്തിൽ അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തു കാണും. ആ സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഈ പറഞ്ഞ സമയത്ത് യേശു എന്തായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല. എന്നാൽ ഈ കിടക്ക താഴേക്കിറങ്ങി വന്നപ്പോൾ യേശു പഠിപ്പിക്കുന്നത് പെട്ടെന്ന് നിർത്തി മുകളിലേക്ക് നോക്കി നമ്മുടെ കർത്താവ് അവർ ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാം എന്ന് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ച് കാണും എന്നത്രയും ഞാൻ ചിന്തിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? 5-ാം വാക്യത്തിൽ വായിക്കുന്നത്,
യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അവരുടെ എന്ന് പറഞ്ഞാൽ രോഗിയെ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസമാണോ? ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസം മൂലം ഏതൊരാൾക്കും രക്ഷപ്പെടാമെന്ന ചിന്ത ശരിയാകുമല്ലോ, ഇല്ലേ? എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കിയതും ഈ വിഷയം തന്നെയാണ്. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇത് സ്ഥാപിക്കാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ വചനം മുഴുവൻ മാറ്റി എഴുതേണ്ടി വരും. ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസമായിരുന്നു ഈ മനുഷ്യൻ രക്ഷപ്പെടുവാൻ കാരണമെങ്കിൽ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് യേശു അയാളോട് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താണ്? കുറെ കൂടി ഗഹനമായി ഈ ഭാഗം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്, അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസമല്ല പക്ഷപാതക്കാരനെ രക്ഷിച്ചത്. ഭക്തയായ ഒരു അമ്മയുള്ളത് നല്ല കാര്യം. എന്നാൽ നിങ്ങളും ഞാനും സ്വർഗത്തിൽ പോകുന്നത് അമ്മയുടെ സാരിത്തുമ്പിൽ മുറുകെ പിടിച്ചുകൊണ്ടല്ല. ഭക്തനായ ഒരു പിതാവുള്ളത് നല്ല കാര്യം. എന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ സ്വയം യേശുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. അല്പം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ 4 മനുഷ്യരുടെ വിശ്വാസമല്ല ഈ പക്ഷപാതക്കാരനെ രക്ഷിച്ചത് എന്നത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവനു വേണ്ടി ത്യാഗം സഹിക്കുവാൻ തയ്യാറായ ഈ 4 പേരുടെ വിശ്വാസമാണ് അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നതിന് 2 പക്ഷമില്ല. യേശു അവനോട് വ്യക്തിപരമായും നേരിട്ടും സംസാരിക്കുവാനും ഇടപെടുവാനും അവസരമൊരുക്കിയത് ഈ 4 പേരുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഉത്സാഹമാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഈ പക്ഷപാതക്കാരനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ അവർ കാണിച്ച ഉത്സാഹം എന്നാണ് അർത്ഥം. അത് കണ്ടപ്പോൾ യേശു അവനോട് വ്യക്തിപരമായി ഇടപെടുകയും അവനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇന്ന് നമുക്ക് നമ്മുടെ സഭകളിലൊക്കെ ഇങ്ങനെ കട്ടിലെടുക്കുവാൻ, കിടക്ക എടുക്കുവാൻ ഒരുക്കമുള്ള ആളുകളെയാണ് ആവശ്യം. വെളിയിലേക്ക് ചെന്ന് ഇന്നും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരെ സുവിശേഷം കേൾപ്പിക്കുവാനായി സഭകളിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വാസമുള്ള സ്ത്രീ പുരുഷന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. പാപത്തിൻ്റെ പക്ഷപാതത്താൽ, മുൻവിധി എന്ന പക്ഷപാതത്താൽ, ഹൃദയകാഠിന്യം എന്ന പക്ഷപാതത്താൽ തളർന്നു കിടക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ തളർന്നു കിടക്കുന്ന കട്ടിലിൻ്റെ ഒരു കോൺ കൈകൊണ്ട് പൊക്കുവാൻ നിങ്ങൾ തയ്യാറാകാത്ത പക്ഷം ഒട്ടനേകം ആളുകൾ വചനം പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ ഈ 4 മനുഷ്യരുടെ പ്രവൃത്തി അത്യന്തം പ്രശംസനീയമാണ്. യേശു ഈ പാവം മനുഷ്യനോട് സംസാരിക്കുകയും അവനോട് ഇടപെടുകയും ചെയ്യേണ്ടതിനായി അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന വിശ്വാസം ഈ മനുഷ്യർ പ്രകടിപ്പിച്ചു. നമുക്ക് ഇത്തരം മനുഷ്യരാകുവാൻ സാധിക്കുമോ? ക്രിസ്തുവിലേക്കും അവൻ്റെ വചനത്തിലേക്കും വരാൻ കഴിയാതെ പല തടസ്സങ്ങൾ നേരിടുന്നവരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ഒരുക്കമാണോ? അങ്ങനെ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നാം ഒരുപാട് പേർക്ക് അനുഗ്രഹമായി മാറും. അത് ദൈവനാമം മഹത്വപ്പെടുവാൻ മുഖാന്തരമാകും. നിങ്ങളിലൂടെ അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം പാപത്തിൽ നിന്നുള്ള മോചനമാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അവിടുത്തെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു എന്നാകുന്നു ദൈവവചനം പറയുന്നത്. ഒരു പാപിയെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വിശ്വാസികളുടെ കൂട്ടായ പ്രവർത്തനം വളരെ ഫലപ്രദമാണ്. മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് പാപമോചനം സാധ്യമാകുന്നത്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് തിരുവചനം പറയുന്നു.